വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ലോകമെങ്ങും ക്രൈസ്തവർ ഓശാന ഞായർ ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടന്നു. നഗരവീഥികളിലും ദേവാലയങ്ങളിലും വിശ്വാസി സമൂഹം കുരുത്തോല പ്രദക്ഷിണവും നടത്തി. പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും മുന്നോടിയായി യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മയിലാണ് ഓശാന ആചരിക്കുന്നത്. ഒലിവ് മരച്ചില്ലകൾ വീശി ജെറുസലേമിൽ ജനസമൂഹം യേശുവിനെ വരവേറ്റതനുസ്മരിച്ച് കുരുത്തോല പ്രദക്ഷിണങ്ങൾ നടന്നു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളാണ് നടന്നത്. എറണാകുളം തോപ്പിൽ മേരി ക്വീൻസ് പള്ളിയിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കുർബാനയ്ക്കും ചടങ്ങുകൾക്കും നേതൃത്വം നൽകി. ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള നിങ്ങളൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്. സഭയുടെ ശക്തി സ്ഥാപനങ്ങളല്ല, സഭയുടെ ശക്തി സംഘടനകളല്ല, സഭയുടെ ശക്തി ദൈവത്തിന്റെ കരത്തിന്റെ ബലമാണ്. പാളയം സെന്റ് ജോസഫ് ചർച്ചിൽ നടന്ന ചടങ്ങുകൾക്ക് ബിഷപ്പ് തോമസ് ജെ നെറ്റോയും പട്ടം സെന്റ് മേരീസ് ചർച്ചിൽ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ ഓശാന തിരുക്കർമ്മങ്ങൾക്ക് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആർച്ച് ബിഷപ്പായതിനു ശേഷമുള്ള ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ ആദ്യ ശുശ്രൂഷയായിരുന്നു. യാക്കോബായ സഭയുടെ അധ്യക്ഷൻ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ മണർകാട് മർത്താമറിയം പള്ളിയിലും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മാതൃദേവാലയമായ വാഴൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിലും ശുശ്രൂഷകളിൽ പങ്കെടുത്തു. കർത്താവിന്റെ നാമത്തിൽ വരുന്നവർ വാഴ്ത്തപ്പെടുവനാകുന്നു. ഉയരങ്ങളിൽ ഹോശാന. എറണാകുളം പനമ്പുകാട് ദേവാലയത്തിൽ ഹെബ്രായ സ്ത്രീകളുടെ വേഷവിധാനങ്ങളോടെ കൈകളിൽ ഒലിവിൻ ചില്ലകളുമേന്തിയാണ് മതബോധന വിദ്യാർത്ഥികൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തത്. അതേസമയം ഏകീകൃത കുർബാന തർക്കം നിലനിൽക്കുന്നതിനാൽ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ ഓശാന ദിന തിരുക്കർമ്മങ്ങൾ ഉണ്ടായിരുന്നില്ല. ഓശാന മുതൽ ഈസ്റ്റർ വരെ തിരുക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കില്ല എന്ന് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോട്ടയം.